സുവർണ കഥകളിലേക്ക് സ്വാഗതം. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ക്ലിയോപാട്രയുടെ മുത്തുകൾ. കപ്പൽ പോർട്ട് സെയ്ദ് തുറമുഖം സ്പർശിച്ചു. ചുവന്ന തൊപ്പിയും വെളുത്ത നിലയങ്കിയും ധരിച്ച ഈജിപ്ഷ്യൻ കച്ചവടക്കാർ കൗതുകവസ്തുക്കൾ നിറച്ച കൊച്ചു തോണികളുമായി കപ്പലിനെ സമീപിച്ചു. ചിലർ കൊട്ടകളുമായി കപ്പലിലേക്കു കയറി വന്നു. ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുകയായിരുന്നു. കരയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. ഉച്ചവെയിലിൻ്റെ ജ്വാലകൾ നൃത്തം ചെയ്യുന്ന തീരപ്രദേശം. സൂയസ് കനാലിൻ്റെ സംവിധായകനായ ഫെർഡിനാൻഡ് ഡി ലെസപ്സിൻ്റെ കൂറ്റൻ പ്രതിമ ധവളാഭമായ കെട്ടിടങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഴച്ചു പൊങ്ങി നിൽക്കുന്നു. എൻ്റെ ദൃഷ്ടികൾ തുറമുഖത്തിനപ്പുറത്തെ ചക്രവാളത്തിലേക്ക് ഒഴുകിപ്പോയി. അകലെ അങ്ങെങ്ങോ അലക്സാൻഡ്രിയയുടെ അന്തരീക്ഷമാണ്. അതെ, ക്ലിയോപാട്രയുടെ കേളീരംഗമായിരുന്നു അലക്സാൻഡ്രിയ. ആ പേർ ഉച്ചരിക്കുമ്പോൾ തന്നെ ഒരു കോരിത്തരിപ്പുളവാകുന്നു. ക്ലിയോപാട്രയുടെ പ്രാചീന ചേതന കുടികൊള്ളുന്ന ആ കമനീയ നഗരത്തിൽ ഞാൻ 5-6 ദിവസം ചുറ്റി നടന്നിട്ടുണ്ട്. 8 മാസം മുൻപാണത്. ക്ലിയോപാട്രയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ നിലത്ത് ഒന്ന് കിടന്നുറങ്ങാനും അവളുടെ സ്മരണകൾ അയവിറക്കുന്ന അന്തരീക്ഷവായു ഒന്ന് ശ്വസിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ അലക്സാൻഡ്രിയയിൽ ചെന്നു ചേർന്നിരുന്നത്. ആ ദിവസങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ വീണ്ടും ഓർത്തു. ക്ലിയോപാട്രയെ സംബന്ധിച്ച അത്ഭുത സ്മരണകളല്ലാതെ അവളുടേതെന്നു പറയാവുന്ന ഒരു കൽക്കഷണം പോലും ഇന്നവിടെ അവശേഷിച്ചിട്ടില്ല. അവളുടെ മമ്മിയോ ശവക്കല്ലറയോ അവളുടെ അന്ത്യവിശ്രമ രംഗമെന്നൂഹിക്കാവുന്ന ഒരു മൂലയോ ഇന്നേവരെ കണ്ടുകിട്ടിയിട്ടില്ല. എന്നാലും സഹസ്രാബ്ദ പരമ്പരകൾക്കപ്പുറത്തെ ശിലാപ്രതിമകളെക്കാളും പിരമിഡുകളെക്കാളും ചിരപ്രതിഷ്ഠയുണ്ട് അവളെക്കുറിച്ചുള്ള കഥകൾക്ക്. മുത്തുമോതിരങ്ങൾ, കർണാഭരണങ്ങൾ, സ്കാരബുകൾ, പവിഴമാലകൾ. തുറന്നുപിടിച്ച ഒരു പേടകം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരറബി കപ്പലിൻ്റെ ഡെക്കിലേക്ക് വന്ന് എന്നെ സമീപിച്ചു. 6000 കൊല്ലം മുൻപ് ഫറോ രാജ്ഞിമാർ കഴുത്തിലണിഞ്ഞിരുന്ന മാലയാണിത്. അയാൾ ഒരു കാരക്കല്ലുമാല കൈവിരലുകളിൽ തൂക്കിയെടുത്ത് ആറ്റിക്കുറുക്കിയ അത്ഭുതരസം മിഴികളിൽ കലർത്തി എൻ്റെ മുഖത്തേക്കൊന്നു നോക്കി. ഞാൻ ചിരിച്ചുപോയി. ക്യൂറിയോ വസ്തുക്കൾ എത്തം പറഞ്ഞ് അങ്ങനെ പലതും ഇവർ സന്ദർശകരുടെ മുൻപിൽ സമർപ്പിക്കും. ക്ലിയോപാട്രയുടെ 16-ാം വയസ്സിലത്തെയും 27-ാം വയസ്സിലത്തെയും തലയോടുകൾ പോലും ഇക്കൂട്ടരുടെ പക്കൽ നിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷേ അവൻ്റെ പെട്ടിക്കകത്തെ സ്കാരബ് കല്ലുകൾ എന്നെ ആകർഷിച്ചു. വണ്ടിൻ്റെ രൂപത്തിൽ കൊത്തിയെടുത്ത ഒരുതരം ചെറിയ പച്ചക്കല്ലുകളാണ് സ്കാരബ്. ഞാൻ ഒരു ജോഡി സ്കാരബുകൾ വാങ്ങി. 5 ഷില്ലിംഗ്. കപ്പൽ തുറമുഖം വിടാറായി. ഞാൻ എൻ്റെ കീശയിൽ നിന്ന് ഒരു ചെറിയ അളുക്ക് പുറത്തെടുത്ത് ആ സ്കാരബുകൾ അതിൽ നിക്ഷേപിക്കാൻ അത് തുറന്നു. ക്ലിയോപാട്രയെ സംബന്ധിച്ച് ഞാൻ സമ്പാദിച്ച ഒരനർഘ വസ്തു, ഒരു ജോഡി പഴയ മുത്തുലോലാക്കുകൾ ഞാൻ ആ അളുക്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈജിപ്തിനോട് യാത്ര പറയുന്ന ആ മുഹൂർത്തത്തിൽ ക്ലിയോപാട്രയുടെ ആ കർണാഭരണം ഒന്ന് പുറത്തെടുത്ത് ചന്തം നോക്കുവാൻ എനിക്കൊരു കൊതി തോന്നി. അകലെ അലക്സാൻഡ്രിയയെ നോക്കിക്കൊണ്ട് ഞാൻ ആ മുത്തുലോലാക്കുകൾ കൈവിരലുകളിൽ തൂക്കിയെടുത്തു. അത്ഭുത വികാരങ്ങളോടെ അങ്ങനെ നിന്നുപോയി. ആ മുത്തുലോലാക്കുകളുടെ നടുവിൽ ക്ലിയോപാട്രയുടെ വിശ്വമോഹനമായ മുഖം തങ്ങി നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എൻ്റെ കൈ ആരോ ഊക്കോടെ തട്ടിത്തെറിപ്പിച്ച പോലെ ഒരനുഭവമുണ്ടായി. കടൽക്കാറ്റിൻ്റെ അടിയോ കപ്പലിൻ്റെ കുലുക്കമോ എന്തോ. ആ മുത്തുലോലാക്കുകൾ എൻ്റെ കയ്യിൽ നിന്നു താഴെ നീലസമുദ്രത്തിൻ്റെ അഗാധതയിലേക്ക് മിന്നിമറഞ്ഞു പോകുന്നത് ഞാൻ ഒരു നോക്കു കണ്ടു. കരയിൽ നിന്ന് അകന്നു പോകുന്ന കപ്പലിൻ്റെ തട്ടിൽ നിന്ന് ഞാൻ ആ അന്തരീക്ഷത്തിലേക്ക് നോക്കി ഗദ്ഗദ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞുപോയി: ക്ലിയോപാട്രേ, 2000 വർഷങ്ങൾക്കു ശേഷവും നീ ഇവിടെ ഇപ്പോഴും ചുറ്റിത്തിരിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്നെ വഞ്ചിച്ചു, എന്നാലും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കപ്പൽ സൂയസ് തോട്ടിലൂടെ മന്ദഗതിയിൽ നീങ്ങുകയാണ്. ഇടതുവശത്ത് മനംമടുപ്പിക്കുന്ന മഞ്ഞ മരുഭൂമി, വലതുവശത്ത് ചില ജലസേചന തോടുകളും പച്ചയുടെ കൊച്ചു കളങ്ങളും പുതിയ ഗുദാമുകളും ഈത്തപ്പനകളുടെ കോലങ്ങളും ഇടകലർന്ന ഈജിപ്ഷ്യൻ നാട്ടിൻപുറം. എൻ്റെ ചിന്തകൾ ആ പ്രകൃതി ദൃശ്യങ്ങളിൽ നിന്നെല്ലാം അകന്ന് 2 മാസം മുൻപ് ലണ്ടനിൽ വച്ച് ഒരു രാത്രിയിൽ ഞാൻ ക്ലിയോപാട്രയെ ദർശിച്ച് അവളുടെ മുത്തുലോലാക്കുകൾ കൈവശപ്പെടുത്തിയ ആ സംഭവത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മെയ് മാസത്തിലെ ഒരു രാത്രി.
സമയം 12 മണി കഴിഞ്ഞിരുന്നു. എന്നുവെച്ചാൽ ലണ്ടനിൽ അന്ന് സൂര്യാസ്തമയം കഴിഞ്ഞ് 1.5 മണിക്കൂർ ചെന്നു കാണും. ഞാൻ ലണ്ടനിലെ ഒരു തെരുവുമൂലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പുരാതന ഈജിപ്ഷ്യൻ ശിലാസ്തംഭം കൗതുകത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. അരുണശിലാ നിർമ്മിതമായ ഈ സൂച്യഗ്ര സ്തംഭം ക്ലിയോപാട്രയുടെ സൂചി എന്നാണ് വിളിക്കപ്പെടുന്നത്. ഈ ചുവന്ന ഏകശിലാസ്തംഭം ഹെലിയോപോലിസിൽ നിന്ന് 1878 ആണ്ടിലാണ് ലണ്ടനിലേക്ക് കൊണ്ടുവരപ്പെട്ടത്. അത് ബ്രിട്ടീഷ് ജനതയ്ക്ക് ഒരു ഈജിപ്ഷ്യൻ പാരിതോഷികമായിരുന്നു. ഈ സ്തംഭം ഒരു കൂറ്റൻ ഇരുമ്പു കുഴലിൽ അടക്കം ചെയ്ത് ഒരു ടഗിനോട് ചേർത്തുകെട്ടി സമുദ്രത്തിലൂടെ ഒഴുക്കിക്കൊണ്ടാണ് ആനയിച്ചിരുന്നത്. സമുദ്രയാത്രയ്ക്കിടയിൽ ഇരുമ്പുകുഴൽ പൊട്ടി സ്തംഭവും ടഗുമായുള്ള ബന്ധം വേർപെട്ടുപോയി. സ്തംഭത്തെ സമുദ്രത്തിൽ നിന്നു രക്ഷപ്പെടുത്തുവാൻ ചെയ്ത സാഹസിക യത്നത്തിൽ 6 ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു. ആ 6 വീരാത്മാക്കളുടെ നാമധേയങ്ങൾ ഈ സ്തംഭത്തിന്റെ പാദുകത്തിൽ കൊത്തിവച്ചിരിക്കുന്നതായി കാണാം. ഈ സ്തംഭത്തെപ്പറ്റി ഗൈഡ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വിവരണം ഞാൻ വായിച്ചു മനസ്സിലാക്കി. 2000 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന വിശ്വൈക മോഹിനിയായ ക്ലിയോപാട്ര ലോകചരിത്രത്തിലെ എൻ്റെ പ്രേമഭാജനമാണ്. സൗന്ദര്യവും ബുദ്ധിസാമർഥ്യവും അധികാരമോഹവും സ്വാർത്ഥ തൽപരതയും സംഘനൃത്തം ചെയ്യുന്ന ഒരത്ഭുത ജീവിതമായിരുന്നു അവളുടേത്. സമരതന്ത്രങ്ങളിൽ എന്നതുപോലെ തന്നെ പ്രണയബന്ധങ്ങളിലും ക്ലിയോപാട്ര സ്വന്തമായൊരു വ്യക്തിപ്രഭാവം പുലർത്തി വന്നിരുന്നു. ജീവകാലത്ത് വെറും വിനോദത്തിനു വേണ്ടിയും അല്ലാതെയും ആയിരക്കണക്കിൽ യുവാക്കന്മാരെ അവൾ ദണ്ഡിപ്പിച്ച് മരിപ്പിച്ചിട്ടുണ്ട്. സഹസ്രാബ്ദങ്ങൾക്കു ശേഷവും അവൾ ഈ ക്രൂര വിനോദം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലേ ഈ സ്തംഭത്തിന്റെ പാദുകത്തിൽ കൊത്തിവച്ചിരിക്കുന്ന പേരുകൾ വിളിച്ചറിയിക്കുന്നത്. ഞാൻ ആ സൂചിസ്തംഭത്തെ സമ്മിശ്ര വികാരങ്ങളോടെ ഒന്നു നോക്കി. ക്ലിയോപാട്ര ആ സൂചിമുനയിൽ കയറി നിന്ന് സംഹാര നൃത്തം ചെയ്യുന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ മനസ്സിൽ മൊഴിഞ്ഞു, എൻ്റെ ക്ലിയോപാട്രേ, നീ ലോകചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠുരയായ ഘാതകയായിരുന്നു. ബലിഷ്ഠകായരായ നീഗ്രോ അടിമകളെ വിഷം കുടിപ്പിച്ചും ഉഗ്രസർപ്പങ്ങളെ കൊണ്ട് കടിപ്പിച്ചും നീ കൊന്നു. എന്തിന്? അവരുടെ മരണവേദന കണ്ടുരസിക്കുന്നതിനു വേണ്ടി മാത്രം. അവർ പിടഞ്ഞ് ഇഞ്ചിഞ്ചായി മരിക്കുന്നത് നോക്കി നീ പുഞ്ചിരി തൂക്കി. കാർക്കൂന്തലിൽ വിഷലിപ്തമായ വെള്ളപ്പൂക്കൾ അണിഞ്ഞ് നീ കാമുകന്മാരെ ക്ഷണിച്ചു വരുത്തി. അവരെ ആശ്ലേഷിച്ചു. വിഷത്തിന്റെ മോഹനിദ്രയിൽ വീണുകിടക്കുന്ന അവരുടെ കഴുത്തിൽ നീ നിന്റെ വേണീപാശം കൊണ്ട് കുരുക്കിട്ട് അവരെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ചൂടുള്ള മനുഷ്യമാംസം അരിഞ്ഞിട്ട് കൊടുത്ത് തീറ്റി വളർത്തിയ പ്രത്യേകം ആരൽ മത്സ്യങ്ങളായിരുന്നു നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം. ലോകത്തിൽ നീ വിചാരിച്ചാൽ വശീകരിക്കാൻ കഴിയാത്ത പുരുഷ സൃഷ്ടികൾ ഉണ്ടായിരുന്നില്ല. വൃദ്ധകേസരിയായ സീസർ ചക്രവർത്തിയെയും വീരയോദ്ധാവായ ആന്റണിയെയും നീ പഴന്തുണി പോലെ ചുരുട്ടി കക്ഷത്തിലിറുക്കി. ഒടുവിൽ ഒക്ടോവിയന്റെ മുൻപിൽ നിന്റെ വശ്യശക്തി വിലപ്പോവില്ലെന്നു കണ്ടപ്പോൾ, നിന്റെ സൗന്ദര്യ വിഷബാണത്തിന് വീര്യം കുറഞ്ഞു വരുന്നതായി നിനക്കും സംശയം സ്ഫുരിച്ചപ്പോൾ, നീ അണലിക്കൊമ്പൻ പാമ്പിനെ കൊണ്ട് നിന്റെ മാറിൽ കടിപ്പിച്ച് മുഖത്തു ശാന്തമായൊരു മന്ദഹാസത്തോടെ മരിച്ചു വീഴുകയും ചെയ്തു. ക്ലിയോപാട്രേ, നിന്റെ ഓരോ കർമ്മത്തെയും അതെത്ര തന്നെ നീചമായാലും നിർദ്ദയമായാലും ഞാൻ നീതീകരിക്കുന്നു. ഞാൻ നിന്നെ മതിമറന്ന് ആരാധിക്കുന്നു. നിന്റെ കൈകൊണ്ട് കിട്ടിയ വിഷം വാങ്ങിക്കുടിച്ച് മരിച്ചു വീണ യുവാക്കളെ ഞാൻ അസൂയപ്പെടുന്നു. ലോകത്തിൽ ഇനി ഒരിക്കലും ദർശിക്കാൻ കഴിയാത്ത അത്ഭുത സൗന്ദര്യം മുൻപിൽ കണ്ടുകൊണ്ടാണല്ലോ അവർ അവസാനമായി കണ്ണടച്ചത്. ക്ലിയോപാട്രേ, ആ പ്രേമരാത്രിയുടെ അന്ത്യയാമത്തിൽ നിന്റെ കയ്യിൽ നിന്നും വിഷം വാങ്ങിക്കുടിച്ച നിന്റെ ആ കാപ്പിരി കാമുകന്റെ കഥയും ഞാൻ ഓർക്കുന്നു. ഞാൻ ക്ലിയോപാട്രയെ പ്രേമിക്കുന്നു എന്നൊരു കാമപത്രം അസ്ത്രത്തിൽ തൊടുത്ത് നിന്റെ മണിയറയിലേക്ക് അയച്ച ആ സാഹസിക യുവാവിനെ നീ നിന്റെ സ്നാനഗൃഹോദ്യാനത്തിൽ വച്ച് പിടിച്ചു. കണ്ട മാത്രയിൽ ആ കോമള യുവാവിൽ നീ അനുരക്തയായി. എന്നാൽ നീ നിന്റെ സ്ത്രീത്വത്തെ അവഗണിച്ച് മഹാറാണിയുടെ മനോഭാവത്തോടെ അവനെ അവിടെ വെച്ചു തന്നെ വിചാരണ ചെയ്തു. നീ ആരാണ്? ക്ലിയോപാട്ര മഹാറാണിയുടെ സൈന്യത്തിലെ ഒരു സാധാരണ ഭടനാണ്. പക്ഷേ ഇപ്പോൾ ഒരു കാമുകനാണ്. നിനക്കെന്തു വേണം? ഞാൻ ക്ലിയോപാട്രയെ സ്നേഹിക്കുന്നു. നീ മരണത്തെയാണ് പ്രേമിക്കുന്നത്.
ഞാൻ ക്ലിയോപാട്രയെ പ്രേമിക്കുന്നു. നിന്റെ വീരസാഹസികത്വത്തെ മാനിച്ച് നിനക്ക് ഞാൻ മാപ്പു തന്നിരിക്കുന്നു. നിന്റെ ജീവനും കൊണ്ട് നിനക്കിപ്പോൾ ഇവിടെ നിന്നും പോകാം. ഞാൻ ക്ലിയോപാട്രയെ പ്രേമിക്കുന്നു. ആ പ്രേമസാഫല്യം കൊണ്ട് മാത്രമേ ഞാൻ പോവുകയുള്ളൂ. നിന്റെ ജീവനും കൊണ്ട് നിനക്കിപ്പോൾ പോകാം. അല്ലെങ്കിൽ ഇന്നു രാത്രി എൻ്റെ കൂടെ കഴിയാൻ ഞാൻ നിന്നെ അനുവദിക്കാം. പക്ഷേ നാളെ രാവിലെ മരിക്കേണ്ടി വരും. ഈ 2 വ്യവസ്ഥകളിൽ നീ ഏതാണ് സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? രണ്ടാമത്തേത്. ക്ലിയോപാട്രേ, നീ പ്രതിജ്ഞ പാലിച്ചു. അന്നു രാത്രി നീ ആ ഭടനെ നിന്റെ കിടപ്പറയിൽ സ്വീകരിച്ചു. പുലർച്ചെ വിഷം നിറഞ്ഞ സ്വർണ്ണ ചഷകവും കയ്യിലേന്തി നീ അവനെ സമീപിച്ചു. ആ വിഷചഷകം കയ്യിൽ ഉയർത്തിപ്പിടിച്ചപ്പോൾ നിന്റെ വലതുകണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ ആ വിഷച്ചാറിൽ പതിച്ചു. നിന്റെ കാമുകൻ നിന്റെ കയ്യിൽ നിന്നും വിഷം വാങ്ങി നിന്റെ കണ്ണീർ വീണ ഭാഗം ചുണ്ടിൽ വെച്ച് വലിച്ചു കുടിച്ചു മരിച്ചു വീഴുകയും ചെയ്തു. ആ യുവാവിൻ്റെ കോമള ജഡത്തെ നോക്കി നീ ഒരു നെടുവീർപ്പയച്ചു. നിന്റെ ഇടതുകണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ ആ ശവത്തിൻ്റെ അധരത്തിൽ പതിക്കുകയും ചെയ്തു. ഗദ്ഗദത്തോടെ നീ മൊഴിഞ്ഞു, ഈജിപ്തിലെ മഹാറാണിക്കു പകരം ഞാൻ വെറുമൊരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ. ഞാൻ അങ്ങനെ ആ ക്ലിയോപാട്രയുടെ സ്തംഭത്തിനരികിൽ നിന്നുകൊണ്ട് 2000 കൊല്ലങ്ങൾക്കപ്പുറത്തു നടന്ന ആ സംഭവങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കെ തൊട്ടാവാടി പടർപ്പു പോലത്തെ തലമുടിയും ഉണക്കച്ചകരിയുടെ തൊലിനിറവുമുള്ള ബലിഷ്ഠകായനായൊരു കാപ്പിരി ആ വഴിക്കു കടന്നുപോയി. എന്നെ കണ്ടപ്പോൾ അവൻ തിരിഞ്ഞു നിന്ന് കഴുത്തു ചെരിച്ച് ഒന്ന് നോക്കി. മുഷ്ടി ചുരുട്ടി എൻ്റെ മുഖത്തിടിക്കാനോ ഇഷ്ടഭാവത്തിൽ ഹസ്തദാനം ചെയ്യാനോ രണ്ടിനും തയ്യാറാണെന്ന മട്ടിലുള്ള ഒരു ചട്ടമ്പി നോട്ടവുമായിരുന്നു അത്. ലണ്ടന്റെ ഉള്ളിലെ ലണ്ടൻ കണ്ടുപിടിക്കാൻ അവസരം പാർത്തുകൊണ്ട് ഞാനന്ന് മനഃപൂർവ്വം ഒരു പഴയ പന്നാസ് സൂട്ടും ധരിച്ച് എൻ്റെ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നു. എൻ്റെ തെണ്ടിവേഷം കണ്ടാൽ ലണ്ടൻ തെരുവു സുന്ദരികൾ എന്നെ കടക്കണ്ണുകൊണ്ട് കൊക്കയിട്ട് വലിക്കാൻ മെനക്കെടുകയില്ലായിരിക്കാം. സ്നാക്ക് ബാറുകളിൽ കയറി ചെല്ലുമ്പോൾ മുൻഗണനയോ പരിഗണന തന്നെയുമോ എനിക്ക് ലഭിച്ചില്ലെന്നു വരാം. എന്നാൽ ലണ്ടൻ മഹാനഗരത്തിലെ ഓടജീവികളുമായി അടുക്കുവാനും ലണ്ടന്റെ ഇരുണ്ട നിലയറകളിലെ ജീവിത നാടകങ്ങളും നഗ്ന യാഥാർത്ഥ്യങ്ങളും നേരിട്ടു കാണുവാനും എൻ്റെ പപ്രച്ഛ വേഷവും ഗതികെട്ട മട്ടിലുള്ള നടത്തവും സഹായിക്കുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. അത് ഫലിച്ചുവെന്ന് തോന്നുന്നു. ഇന്ത്യ? ആ കാപ്പിരി കീഴ്ചുണ്ട് കുറച്ചൊന്നു നീട്ടി ഒരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ സ്വരവും മുൻപറഞ്ഞ മട്ടിൽ തന്നെയായിരുന്നു. ഞാനും വിട്ടുകൊടുത്തില്ല. ഞാൻ പാൻറിൻ്റെ കീശയിൽ ഒരു പിസ്റ്റൾ തപ്പിയെടുക്കുന്ന മട്ടിൽ കൈ തിരുകി സ്വൽപ്പം ചെരിഞ്ഞു നിന്നു. മിഴികൾ പകുതി ചിമ്മി ചുണ്ടുകൾ ചുളിച്ചമർത്തി വായയുടെ ഇരുവശത്തേക്കും വലിച്ചു നീട്ടി അലസമട്ടിൽ അതെ എന്നു തലയാട്ടി. ആ കാപ്പിരിയെ മുഷ്ടിയുദ്ധത്തിന് ക്ഷണിക്കുന്നതുപോലുള്ള ഒരു ഗോഷ്ഠിയായും എൻ്റെ തലയാട്ടലിനെ വ്യാഖ്യാനിക്കാമായിരുന്നു. എൻ്റെ നിൽപ്പും ഭാവവും വേഷവും ആകെപ്പാടെ ആ കാപ്പിരി യുവാവിന് പിടിച്ചുവെന്ന് തോന്നുന്നു. അവൻ അളന്നു പിടിച്ച കാൽവയ്പ്പുകളോടെ എൻ്റെ അടുത്തേക്ക് നീങ്ങി വന്ന് എന്നെ ആപാദചൂടം ഒന്ന് പരിശോധിച്ചു. നോ ജോബ്? അവൻ മൂക്കു ചുളിച്ചുകൊണ്ട് ചോദിച്ചു. നോ ജോബ്. മൂക്കു ചുളിക്കാൻ എനിക്കും വശമുണ്ട് എന്ന മട്ടിൽ മൂക്കു ചുളിച്ചുകൊണ്ട് തന്നെ ഞാൻ മറുപടി കൊടുത്തു. ജോലിയൊന്നും കിട്ടാതെ ലണ്ടൻ തെരുവുകളിൽ അലഞ്ഞു നടക്കുന്ന ഒരു സവർണനാണെന്നു കേട്ടപ്പോൾ അവന് എൻ്റെ പേരിൽ ഇഷ്ടം തോന്നിക്കാണണം. ദെൻ കം വിത്ത് മീ. ഒരു പുതിയ സുഹൃത്തിൻ്റെ ആജ്ഞാസുരത്തിൽ അവൻ എന്നെ വിളിച്ചു. എൻ്റെ കൈ പിടിച്ചു. ഞങ്ങൾ ചിരകാല സുഹൃത്തുക്കളെ പോലെ അവിടെ നിന്നു നീങ്ങി. എൻ്റെ പേർ മൂസ എന്നാണ്. നിങ്ങളെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? അവൻ എൻ്റെ ചുമലിൽ കൈ അർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. എസ് കെ എന്ന് വിളിച്ചോളൂ. എസ് കെ? അവൻ സംശയം ചോദിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെ, ഞാൻ തലയാട്ടി. ഞങ്ങൾ നടന്ന് പിക്കാഡല്ലി സർക്കസിനടുക്കലെത്തി. അവിടെ തെരുവുമൂലകളിൽ ശൃംഗാരക്കുടങ്ങളായ ആംഗലേയ സുന്ദരികൾ അണിഞ്ഞൊരുങ്ങി ഒറ്റയായും കൂട്ടമായും നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തു തന്നെ പഴയ മോഡലിലുള്ള ലണ്ടൻ ടാക്സികളും പതിയിരിക്കുന്നുണ്ടായിരുന്നു. ടാക്സികളിൽ വെച്ചുള്ള ഒരു തരം സഞ്ചാര വ്യഭിചാരം പിക്കാഡല്ലി മൂലയിലെ ഒരു പ്രത്യേകതയാണ്. എന്താ വരുന്നോ, കുറച്ചു നേരത്തേക്കൊരു തമാശയായിക്കൂടെ? മഷിവരയിട്ട പുരികം പൊക്കി ചായം പുരട്ടിയ ചുണ്ടിൽ ശൃംഗാര പുഞ്ചിരിയുമായി ഒരു തെരുവു സുന്ദരി ഒരിരയെ കണ്ടെത്തി ചോദിക്കുന്നു. ചോദ്യം കേട്ട ഈവനിംഗ് സൂട്ടുകാരൻ അവളെ തമാശയ്ക്ക് പറ്റുമെന്ന് തോന്നിയാൽ
അനുകൂല ഭാവത്തിൽ തലയാട്ടുന്നു. ഉടൻ അവളുടെ പതിവു ടാക്സിക്കാരൻ വണ്ടിയുമായി ഓടിയെത്തും. പിക്കാഡെല്ലിയിലെയും കവന്റ് ഗാർഡനിലെയും വീഥികളിലൂടെ ആ പുതിയ കാമിനി കാമുകന്മാരെയും വഹിച്ചുകൊണ്ട് അടച്ചുമൂടിയ ആ ലണ്ടൻ ടാക്സി പലായനം ചെയ്യുകയായി. കാറിനുള്ളിൽ നടക്കുന്ന തമാശയുടെ സമയം ദീർഘിക്കുന്നതിനനുസരിച്ച് അവൾക്കും ടാക്സിക്കാരനും വാടക കൂടുതൽ കിട്ടുകയും ചെയ്യും. ലണ്ടനിലെ പല മാന്യന്മാരും ഇത്തരം വ്യഭിചാരമാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് മൂസെ പറഞ്ഞു. ജനത്തിരക്കുള്ള തെരുവുവീഥികളുടെ നടുവിൽ വെച്ച് ലൈംഗിക പരിപാടികൾ നിർവഹിക്കുക എന്നത് സമുദായത്തോടും സദാചാരത്തോടുമുള്ള പരസ്യമായ ഒരു വെല്ലുവിളിയാണല്ലോ എന്ന് ഞാനും പറഞ്ഞു. എന്നാൽ ഈ ടാക്സികളിൽ കയറിയാൽ ആസനത്തിൽ മുടിപ്പിന്നുകളുടെ സൂചി തറയ്ക്കുന്നത് സൂക്ഷിക്കണം. മൂസെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെളുത്തുമിന്നുന്ന നിരയൊത്ത പല്ലുകളാണ് മൂസയ്ക്കുള്ളത്. മൂസെ ലണ്ടനിൽ എന്തു ചെയ്യുന്നു? നടത്തത്തിനിടയിൽ ഞാൻ നയത്തിൽ ചോദിച്ചു. ഒരു വെള്ളക്കാരി എന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മൂസെ ഗൗരവത്തിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ മൂസയ്ക്ക് ഒരു സിഗരറ്റ് സൽക്കരിച്ചു. മദാമയ്ക്ക് എന്താ ജോലി? അവർ ഒരു തേവിടശിയാണ്. മൂസെ സിഗരറ്റ് വലിച്ച് വായിൽ നിന്ന് ധൂമവളയങ്ങൾ ഊതിവിട്ടു. എന്നാൽ അവൾ ഈ പിക്കാഡെല്ലി പെണ്ണുങ്ങളെ പോലെയൊന്നുമല്ല. അവൾക്കു താമസിക്കാൻ സ്വന്തമായ ഒരു മച്ചറയുണ്ട്. കക്ഷികളെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി മാന്യമായ നിലയിലാണ് എൻ്റെ ക്ലിയോപാട്ര ജീവിക്കുന്നത്. എന്താണ് അവളുടെ പേര് പറഞ്ഞത്? ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഗ്ലോറിയ പാട്രിക്. മൂസെ ആ പേർ വ്യക്തമായി ഉച്ചരിച്ചു. പക്ഷേ ഞാൻ ആദ്യം കേട്ടത് വ്യക്തമായും ക്ലിയോപാട്ര എന്നു തന്നെയായിരുന്നു. അവൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ അറിയാതെ ചോദിച്ചു പോയി. മൂസെ സംശയഭാവത്തിൽ എൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഒരു വിഷാദസ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾ എന്നെ കണ്ടപ്പോൾ ഞാൻ അവളുടെ മുറിയിൽ നിന്നിറങ്ങി വരികയായിരുന്നു. ക്ലിയോപാട്രയുടെ സൂചിക്കു പിന്നിലെ ഒരു പഴയ കെട്ടിടത്തിൻ്റെ മച്ചിൽ ഒരു മുറിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷേ എനിക്കവിടെ പകൽ മാത്രമേ പ്രവേശനമുള്ളൂ. ക്ലിയോപാട്രയുടെ സൂചി, ക്ലിയോപാട്ര, ഗ്ലോറിയോ പാട്രിക്, ക്ലിയോപാട്ര, കാപ്പിരി കാമുകൻ. ഞാൻ മനസ്സിലൊരുവിട്ടു. ക്ലിയോപാട്ര, അവളൊരു സാധാരണ സ്ത്രീയായി വീണ്ടും വന്നിരിക്കുകയാണോ? എൻ്റെ ക്ലിയോപാട്രേ. അപ്പോൾ മൂസയുടെ ശബ്ദം എൻ്റെ ചെവിയിൽ കത്തിക്കയറി. അവളൊരു പ്രത്യേക പടപ്പാണ്. അവൾക്കിഷ്ടമുള്ള പുരുഷന്മാരെ മാത്രമേ അവൾ സ്വീകരിക്കുകയുള്ളൂ. ചിലപ്പോൾ അവൾ ഒരു പിശാചായി മാറും. അപ്പോൾ ഞാൻ അവളെ അടിക്കുകയും ഇടിക്കുകയും ചെയ്യും. എൻ്റെ മർദ്ദനമേൽക്കുമ്പോൾ അവൾ എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയും, എന്നെ കൊല്ല്, കൊല്ല്, കഴുത്തു ഞെരുക്കി കൊല്ല് എന്നൊക്കെ. എൻ്റെ ചവിട്ടും കുത്തും ഏൽക്കുന്നത് അവൾക്കൊരാനന്ദമാണ്. ഞാൻ പിണങ്ങി അവളെ വിട്ടുപോയി കളയുമോ എന്നാണ് അവളുടെ പേടി. ഇംഗ്ലീഷ് പട്ടി. മൂസെ കാർക്കി കുറച്ച് നിരത്തിലേക്ക് തുപ്പി. ലണ്ടൻ തെരുവിൽ തുപ്പിയാൽ 5 പവൻ പിഴ കിട്ടുമെന്ന് അവൻ അറിഞ്ഞുകൂടായിരിക്കാം. ഞാൻ വീണ്ടും ക്ലിയോപാട്രയുടെ പുതിയ ജീവിതത്തെക്കുറിച്ച് ചിന്തകൾ തുടങ്ങി. എത്രയോ പുരുഷന്മാരെ ദണ്ഡനമേൽപ്പിച്ച് ജീവൻ വേർവിട്ടു പോകുന്നത് നോക്കി രസിച്ച ആ സ്ത്രീരത്നം താൻ ചെയ്തതെല്ലാം മറിച്ചു ചെയ്യുന്നതിൽ സ്വയം ആനന്ദം കണ്ടെത്തിയിരിക്കുകയാണോ? പാവം ക്ലിയോപാട്ര. ഞങ്ങൾ നടന്ന് സ്ട്രാൻഡ് മൂലയിലെത്തി. സമയം 3 മണി കഴിഞ്ഞിരുന്നു. മൂസെ പറഞ്ഞു, നമുക്ക് ചായ കഴിക്കാം. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എവിടെ നിന്നാണ് ചങ്ങാതി ചായ കിട്ടുക? ഈ നേരം കെട്ട നേരത്ത് വല്ല കടയും തുറന്നിരിക്കുമോ? വരൂ, ചായ പലഹാരങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ കാട്ടിത്തരാം. മൂസെ എന്നെ എങ്ങോട്ടോ നയിച്ചു. ഞങ്ങൾ കുറെ നടന്നു. ഒടുവിൽ പഴയ മാതൃകയിലുള്ള ഒരു കറുത്ത കൂറ്റൻ കെട്ടിടത്തിന്റെ കോണിലെ കൽക്കോണി പടവുകൾ ഇറങ്ങി മങ്ങിയ വെളിച്ചത്തിലൂടെ നീങ്ങി വിശാലമായൊരു ഹാളിൽ പ്രവേശിച്ചു. ഒരു മങ്ങിയ മഞ്ഞ വെളിച്ചം അവിടെ തങ്ങിക്കിടന്നിരുന്നു. കുറെ മടക്കു കസേരകളും മടക്കുമേശകളും അവിടെ അസ്ഥികൂടങ്ങളെപ്പോലെ തലങ്ങും വിലങ്ങുമായി ഇട്ടിരുന്നു. തുണി വിരിച്ചിട്ടില്ലാത്ത പരുക്കൻ ഉപകരണങ്ങൾ. ആ കസേരകളുടെ കൈകളിലും മേശകളുടെ മൂലകളിലും മനുഷ്യത്തലകൾ കാണുവാനുണ്ടായിരുന്നു. ശവത്തിൻ്റേതുപോലുള്ള ഒരു നാറ്റവും. ഒരു ശ്മശാന പ്രതീതി എന്നെ അസ്വസ്ഥനാക്കി. ആ സ്ഥലത്ത് മുൻപെപ്പോഴോ ഞാൻ വന്നിട്ടുണ്ട് എന്നൊരു തോന്നൽ. അല്ലെങ്കിൽ അതുപോലുള്ളൊരു സ്ഥലത്ത്. എവിടെയായിരുന്നു? ഞാൻ ഓർത്തു നോക്കി. പെട്ടെന്ന് ഓർമ്മ വന്നു. അലക്സാൻഡ്രിയയിലെ കാറ്റാക്കോം ഗുഹകൾ. പുരാതന ഈജിപ്തുകാർ മമ്മികളാക്കി മാറ്റിയ മനുഷ്യ ശവങ്ങൾ കൽപ്പേടകങ്ങളിൽ അടക്കം ചെയ്ത്
കടന്നൽക്കൂടിന്റെ ആകൃതിയിലുള്ള ചുമരുകളിൽ ഒളിപ്പിച്ചു നിക്ഷേപിച്ച കാറ്റാക്കോംബ് ഗുഹകൾ. ക്ലിയോപാട്രയെ ഒന്നു കിനാവു കാണാൻ ഞാൻ അലക്സാൻഡ്രിയയിലെ കാറ്റാക്കോമ്പുകൾക്കു സമീപം കിടന്നുറങ്ങിയിട്ടുണ്ട്. എന്നാൽ അവൾ എനിക്ക് ദർശനം നൽകിയില്ല. ലണ്ടനിൽ പാവങ്ങൾക്കു വേണ്ടി കോർപ്പറേഷന്റെ വകയായി നടത്തുന്ന അഖില നിശ റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ മൂസയുടെ വാക്കുകൾ ദൂരെ എങ്ങുനിന്നോ മുഴങ്ങുന്നതുപോലെ എനിക്ക് തോന്നി. രാത്രിയിൽ ഉടലു ചായ്ക്കാൻ സ്വന്തമായൊരിടമില്ലാത്ത സാധുക്കൾ ഈ ഓൾ നൈറ്റ് റെസ്റ്റോറൻറ്റിനെ ശരണം പ്രാപിക്കുന്നു. പകുതി കുടിച്ച ചായയുടെ കോപ്പയോ പകുതി ആശിച്ച സാൻഡ്വിച്ചിന്റെ കഷണമോ മുൻപിൽ മേശപ്പുറത്ത് ടിക്കറ്റുകൾ പോലെ പ്രദർശിപ്പിച്ചു. സ്ഥലത്തിന്റെ താൽക്കാലികാവകാശം സ്ഥാപിച്ച് ദരിദ്ര പലിശകൾ കസേര കൈകളിൽ ചെരിഞ്ഞും മേശപ്പുറത്ത് തലചായ്ച്ചും കുറച്ചു നേരത്തെ ഉറക്കം തട്ടിയെടുക്കുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങളുടെയും ദുഷിച്ച വായുവിൻ്റെയും നാറ്റം ഇവിടെ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നു. ആശങ്കാകുലമായൊരു ശാന്തതയും. ഞങ്ങൾ ആ നിലയറയുടെ കോണിലെ കൗണ്ടറിനടുത്തേക്ക് ചെന്നു. ചുക്കിച്ചുളിഞ്ഞ വിളറിയ മുഖമുള്ള ഒരു സ്ത്രീ കൗണ്ടറിനു പുറകിൽ അനങ്ങാതെ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. ആ വിൽപ്പനക്കാരിയെ കണ്ടപ്പോൾ കൈറോ മ്യൂസിയത്തിലെ ഒരു പെൺ മമ്മിയുടെ മുഖമാണ് എനിക്കോർമ്മ വന്നത്. അവൾ ശബ്ദിക്കാതെ മുഖമൊന്നിളക്കി, എന്തു വേണമെന്ന അർത്ഥത്തിൽ. 2 കപ്പ് ചായ, 2 സാൻഡ്വിച്ചസ്. മൂസെ ഗൗരവസ്വരത്തിൽ ഓർഡർ കൊടുത്തു. പിന്നെ എൻ്റെ നേർക്കു തിരിഞ്ഞ് അവൻ പതിഞ്ഞ സ്വരത്തിൽ ആജ്ഞാപിച്ചു, 1 ഷില്ലിംഗ് കൊടുക്കൂ. ഞാൻ കീശയിൽ നിന്ന് 1 ഷില്ലിംഗ് എടുത്തു കൊടുത്തു. ചായയും സാൻഡ്വിച്ചസും കയ്യിൽ വാങ്ങി ഞങ്ങൾ ഇരിക്കാൻ ഒഴിഞ്ഞ സ്ഥലം നോക്കി അവിടെ ചുറ്റിത്തിരിഞ്ഞു. ഒടുവിലൊരു മൂലയിൽ 2 കസേരകൾ ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ട് അവിടെ ഇരിപ്പുറപ്പിച്ചു. മൂസെ ചായയും മുൻപിൽ വെച്ച് മിഴിച്ചിരുന്നു. അവൻ്റെ മുഖം എന്തോ ഭയങ്കര ചിന്തയിൽ വികൃതമായി തോന്നി. മൂസ എവിടെയാണോ രാത്രി കഴിക്കുക? ഞാൻ ചായ മുത്തിക്കൊണ്ട് ചോദിച്ചു. അവൻ മൂങ്ങയുടെ സ്വരത്തിൽ ഒന്ന് മൂളി. കുറച്ചു നേരത്തെ നിശബ്ദത. ഞാൻ ഇന്നു തന്നെ ലണ്ടൻ വിടുകയാണ്. മൂസ എൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് പെട്ടെന്ന് ഒരു പ്രഖ്യാപനം നടത്തി. അതെന്തിന്? അവൻ എൻ്റെ മുഖത്തേക്ക് അങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു, ഒന്നും മിണ്ടാതെ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ എന്തോ പറഞ്ഞു, അവ്യക്ത സ്വരത്തിൽ. മൂസ എന്തു പറഞ്ഞു? ഞാൻ ചോദിച്ചു. അവൾ മരിച്ചുവെന്ന് തോന്നുന്നു. അവൻ ചങ്കിൽ നിന്ന് വാക്കുകൾ പ്രയാസപ്പെട്ട് വലിച്ചു കൊണ്ടുവന്നു. ആര്? ഗ്ലോറിയ പാട്രിക്. ക്ലിയോപാട്രയോ? ഞാൻ ചോദിച്ചു. അവൻ മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു പ്രചോദനം കിട്ടിയെന്ന് തോന്നുന്നു. അവൻ ആ കഥ എന്നെ വിവരിച്ചു കേൾപ്പിച്ചു. അതിൻ്റെ ചുരുക്കം ഇതായിരുന്നു. 2-3 ദിവസമായിട്ട് ക്ലിയോപാട്രയ്ക്ക് ദേഹസുഖമുണ്ടായിരുന്നില്ല. അതിനാൽ അവൾ ആളുകളെ അന്വേഷിച്ച് പുറത്തു പോകാതെ മുറിയിൽ തന്നെ കിടന്നു. മൂസ അവളോട് പണം ആവശ്യപ്പെട്ടു. 1-2 ദിവസമായി അവനും പട്ടിണിയായിരുന്നു. മൂസയ്ക്ക് കൊടുക്കാൻ അവളുടെ കയ്യിൽ 1 പെനി പോലും ഉണ്ടായിരുന്നില്ല. അവൾ കളവു പറയുകയാണെന്നും ഉടൻ 10 ഷില്ലിംഗ് കിട്ടിയേ കഴിയൂ എന്നും അവൻ ശഠിച്ചു പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. അവനു ദേഷ്യം വന്നു. നീ പണം തരില്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ തലമുടി ചുറ്റിപ്പിടിച്ച് അവളെ പൊതിരെ ഇടിച്ചു, മുഖത്തു തന്നെ. അപ്പോൾ അവൾ അവൻ്റെ കൈക്ക് കടിച്ചുവെന്നാണ് അവൻ പറയുന്നത്. അവൻ കോപം കൊണ്ടും വേദന കൊണ്ടും മതിമറന്ന് അവളെ സർവശക്തിയും ഉപയോഗിച്ച് ഒരു തള്ളു വച്ചു കൊടുത്തു. അവൾ മുറിയുടെ കോണിലെ വാഷ് ബേസിനിൽ തലയടിച്ച് താഴെ വീണു. ഒന്ന് പിടഞ്ഞുവെന്ന് തോന്നുന്നു. പിന്നെ അനക്കമില്ലാതെ കിടന്നു. രക്തം അവിടെ തളം കെട്ടി നിന്നിരുന്നു. ആ കാഴ്ച ഒന്ന് നോക്കി മൂസ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. അവൾ മരിച്ചിരിക്കുമോ? മൂസ എൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല, അവൾ മരിക്കുകയില്ല. ക്ലിയോപാട്ര മരിക്കുകയില്ല. മൂസ തൻ്റെ സാൻഡ്വിച്ച് എടുത്ത് വായിലിട്ട് വിഴുങ്ങി. ചായയും ഒരൊറ്റ വലിക്ക് കുടിച്ചു. മേശപ്പുറത്ത് കൈ തലയണയാക്കി വെച്ച് മുഖം ചെരിച്ച് കുനിഞ്ഞു കിടന്നു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂർക്കം വലിയാണ് പിന്നെ ഞാൻ കേട്ടത്. ഞാനും മേശപ്പുറത്ത് തല ചായ്ച്ച് ഒന്ന് മയങ്ങാനൊരുങ്ങി. എൻ്റെ ചിന്തകൾ സ്വപ്നപ്രായത്തിൽ ക്ലിയോപാട്രയെ സന്ദർശിച്ചുകൊണ്ടിരുന്നു. പല സംഭവങ്ങളുടെയും കൂട്ടത്തിൽ ക്ലിയോപാട്ര സീസർ ചക്രവർത്തിക്കു നൽകിയ ഏറ്റവും വിലപിടിച്ച വിരുന്നു സൽക്കാരത്തെക്കുറിച്ചും ഞാൻ പ്രത്യേകം ഓർത്തു. ഏറ്റവും വിലപിടിച്ച വിരുന്ന് അന്യോന്യം നൽകുന്നതിനുള്ള ഒരു വീരവാദമായിരുന്നു അത്. സീസർ തനിക്കു വിഭാവനം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വിലപിടിച്ച വീഞ്ഞും തീൻപണ്ടങ്ങളും ഒരുക്കി ക്ലിയോപാട്രയെ സൽക്കരിച്ചു.
ക്ലിയോപാട്രയുടെ മറുവിരുന്നിൽ അധികം വിഭവങ്ങളൊന്നുമില്ലായിരുന്നു. ഒരു ചെറിയ പാനപാത്രവും കുറച്ച് പലഹാരങ്ങളും മാത്രം. ആ പാനപാത്രത്തിൽ വീഞ്ഞിനു പകരം നിറച്ചിരുന്നത് വിനാഗിരിയായിരുന്നു. സീസർ ചക്രവർത്തി വിരുന്നിന് എഴുന്നള്ളി വന്നപ്പോൾ ക്ലിയോപാട്ര തന്റെ കാതിലെ ലോലാക്കുകളിൽ നിന്ന് വിലമതിക്കാൻ കഴിയാത്ത ആ വലിയ മുത്തുകൾ അടർത്തിയെടുത്ത് വീഞ്ഞുപാത്രത്തിലെ സുർക്കയിലിട്ട് അലിയിച്ച് സീസർക്ക് കുടിക്കാൻ കൊടുത്തു. അങ്ങനെ ലോകചരിത്രത്തിൽ ഏറ്റവും വിലപിടിച്ച വിരുന്നു നൽകുന്നതിൽ അവൾ സീസറെ പരാജയപ്പെടുത്തി. ഞാൻ എത്ര നേരം അങ്ങനെ ചിന്തകളുടെ മയക്കത്തിൽ മുങ്ങിക്കിടന്നുവെന്നു നിശ്ചയമില്ല. എന്നെ ആരോ തട്ടിയുണർത്തിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ മെല്ലെ കണ്ണുമിഴിച്ചു. എന്റെ പിറകിലെ മേശപ്പുറത്ത് ശിരസ്സണച്ചു കിടക്കുന്ന വെള്ളത്താടിക്കാരനായൊരു വൃദ്ധൻ ഉറക്കത്തിൽ കൈയിട്ടടിച്ചപ്പോൾ എന്റെ ദേഹത്തിൽ തട്ടിയതാണെന്ന് മനസ്സിലായി. ഞാൻ പാതി മയക്കത്തോടെ മുന്നിലേക്ക് നോക്കിയതും ഞെട്ടിയതും ഒന്നിച്ചു കഴിഞ്ഞു. എന്റെ മുൻപിൽ ഒരു സ്വർണ്ണനാഗം. ഞാൻ മുഖമുയർത്തി. ഒരു സ്ത്രീരൂപം അനങ്ങാതെ എന്റെ മുൻപിൽ നിൽക്കുന്നു. അവളുടെ നഗ്നമായ കൈയാണ് ഞാൻ ആദ്യം കണ്ടത്. ചെന്താമരപ്പൂ പോലുള്ളൊരു തരുണി. കറുത്ത കുറിയ ഉടുപ്പണിഞ്ഞ് നഗ്നമായ കൈയും ചുമലും പ്രദർശിപ്പിച്ച് കോൺ തിരിഞ്ഞുകൊണ്ടാണ് അവൾ നിൽക്കുന്നത്. മുഖത്തിന്റെ വലതുഭാഗമേ കാണുന്നുള്ളൂ. ചുമരിലെ വിളക്കിന്റെ മഞ്ഞപ്രകാശം അവളുടെ മുഖത്തിന്റെ കോണിൽ ശരിക്ക് പതിക്കുന്നുണ്ട്. ഇത്ര അത്ഭുതകരമായൊരു സ്ത്രീ സൗന്ദര്യം ഈ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അവൾ മേശപ്പുറത്ത് തലചായ്ച്ചുറങ്ങുന്ന മൂസയെ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. വികാരങ്ങൾ അടക്കിക്കൊണ്ട് ഞാൻ സ്വയം മന്ത്രിച്ചു, ക്ലിയോപാട്ര. അവൾ മൂസയെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ അവിടെ എത്ര നേരമായി നിൽക്കുന്നു എന്ന് നിശ്ചയമില്ല. അവൻ സുഖനിദ്രയിൽ അനങ്ങാതെ കിടക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ അവൾ ഒരു നെടുവീർപ്പയച്ച് മെല്ലെ മുഖം തിരിച്ചു. അവളുടെ മുഖത്തിന്റെ ഇടതുഭാഗം പെട്ടെന്ന് കണ്ടപ്പോൾ എന്റെ മിഴികൾ മരവിച്ചുപോയി. ഇടത്തെ നെറ്റി വികൃതമായി വീങ്ങിയിരിക്കുന്നു. ഇടത്തെ കവിളിൽ ചൂടുവെച്ചതുപോലെ കറുത്ത പാടുകൾ കാണുവാനുണ്ട്. ചുണ്ടു വീർത്ത് നീലിച്ച് വികൃതമായിട്ടുണ്ട്. പുരികത്തിനു മുകളിൽ ചതുരാകൃതിയിൽ ചെറിയൊരു പ്ലാസ്റ്ററും ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. മൂസയുടെ പരാക്രമത്തിന്റെ പ്രത്യക്ഷ ചിഹ്നങ്ങൾ. അവൾ ഒരു പ്രേതം പോലെ അവിടെ നിന്നു നീങ്ങി. അവൾ മടങ്ങുകയാണോ? ഞാൻ ശ്വാസം അടക്കിപ്പിടിച്ചു നോക്കി. അവൾ അവിടെ ഒരു കസേരയിൽ ഇരുന്നുറങ്ങുന്ന ചെമ്പൻ തലമുടിക്കാരിയായ ഒരു യുവതിയുടെ അടുക്കൽ ചെന്ന് അവളെ ഉണർത്തി എന്തോ സംസാരിച്ചുകൊണ്ട് തൻ്റെ കാതിൽ നിന്ന് മുത്തുലോലാക്കുകൾ അഴിച്ച് ആ യുവതിയുടെ നേർക്ക് വെച്ചു കാട്ടുന്നതാണ് പിന്നെ ഞാൻ കണ്ടത്. ആ യുവതിയും കാഴ്ചയിൽ ഒരു തെരുവു പെണ്ണിനെ പോലെയുണ്ടായിരുന്നു. ചെമ്പൻ തലമുടിക്കാരി ക്ലിയോപാട്രയുടെ കർണാഭരണം വാങ്ങി അലസമായി ഒന്ന് പരിശോധിച്ച് നിഷേധഭാവത്തിൽ തലയാട്ടി ആ സാധനം അവൾക്കു തന്നെ തിരികെ കൊടുത്തു. ക്ലിയോപാട്ര തൻ്റെ മുത്തുകൾ വിൽക്കാൻ ഒരു ശ്രമം നടത്തിയതാണെന്ന് ഞാൻ ഊഹിച്ചു. അത് വാങ്ങാൻ ആ ചെമ്പൻ തലമുടിക്കാരിയുടെ കയ്യിൽ തൽക്കാലം കാശു കാണില്ലായിരിക്കാം. തൻ്റെ മുത്തുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ക്ലിയോപാട്ര കുറച്ചുനേരം വിഷാദത്തോടെ അവിടെ തങ്ങി നിന്നു. പിന്നെ വേറെ ആരെയെങ്കിലും നോക്കാനെന്ന മട്ടിൽ അവൾ മറ്റൊരു കോണിലേക്ക് നടന്നു. ഞാൻ മൂസയെ ഒന്ന് നോക്കി. അവൻ മുറുകിയ നിദ്രയിൽ തന്നെയാണ്. ഞാൻ മെല്ലെ എഴുന്നേറ്റു. ഉച്ചത്തിൽ തുടിക്കുന്ന ഹൃദയത്തോടെ ക്ലിയോപാട്രയെ സമീപിച്ചു. മുത്തുകൾ ഞാൻ വാങ്ങാം. കീശയിൽ നിന്ന് ഒരു 5 പവൻ നോട്ടെടുത്ത് അവളുടെ നേർക്ക് നീട്ടിക്കൊണ്ട് ഞാൻ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. എന്നെയും എൻ്റെ അസാധാരണമായ പെരുമാറ്റവും എൻ്റെ കയ്യിലെ 5 പവൻ നോട്ടും കണ്ട് അവൾ കുറച്ചുനേരം അന്തം വിട്ട പോലെ നിന്നുപോയി. ആ രംഗം അവൾക്ക് വാസ്തവമാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. എന്നാൽ 1/2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരുണർവുണ്ടായി. അവൾ പെട്ടെന്ന് ഇടതുകൈ പൊക്കി തൻ്റെ മുഖത്തിൻ്റെ ഇടതുഭാഗം പൊത്തിപ്പിടിച്ച് ഒന്ന് മന്ദഹസിക്കാൻ ശ്രമിച്ചുകൊണ്ട് വലതുകൈയിലെ മുത്തുകൾ എൻ്റെ നേർക്കു നീട്ടി. ഞാൻ വിറയ്ക്കുന്ന കൈയോടെ അത് വാങ്ങി അങ്ങനെ തന്നെ കീശയിൽ നിക്ഷേപിച്ചു. താങ്ക് യു സർ. 5 പവൻ നോട്ട് വാങ്ങി കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ എനിക്ക് നന്ദി പറഞ്ഞു. അവളുടെ വലത്തെ മിഴിയിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ അടർന്നു വീഴുന്നതും ഞാൻ കണ്ടു. ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തു കയ്യിൽ വന്നു ചേർന്ന ആനന്ദം മലയടിക്കുന്ന ഹൃദയത്തോടെ ഞാൻ ആ നിലയറയിൽ നിന്നും പുറത്തെ തെരുവിലേക്ക് കുതിച്ചു. ക്ലിയോപാട്രയുടെ ആ മുത്തുകളാണ് എൻ്റെ കയ്യിൽ നിന്ന് മധ്യധരണ്യാഴിയിൽ അലഞ്ഞു നടക്കുന്ന അവളുടെ ആത്മാവ് അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.